ഈശ്വംശിയേക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹപൂർണ്ണമായിട്ടുള്ള ഒരു ദിവസം സ്നേഹത്തോടു കൂടി ആശംസിക്കുന്നു. വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചിട്ട് കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് വലിയ നോമ്പിൻ്റെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് എത്രത്തോളം ആഴത്തിൽ സ്വാംശീകരിച്ചെടുക്കുവാനായിട്ട് നാം ഓരോരുത്തരും പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് ആത്മശോധന ചെയ്യാം. ആത്മീകമായിട്ട് നമ്മുടെ ജീവിതത്തെ എത്രത്തോളം വളർത്തുന്നതിനായിട്ട് ഈ ദിവസങ്ങളിൽ നാം ഓരോരുത്തരും വ്യക്തിപരമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് ആത്മശോധന ചെയ്തുകൊണ്ട് ദൈവ തിരുസന്നിധിയിൽ നമ്മെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. മലങ്കര കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വർഷത്തിലെ 129 ദിവസങ്ങൾ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ് നാം ഓരോരുത്തരും. ഓരോ നോമ്പും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിന്ത എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾ കുറച്ച് ഭക്ഷണ സാധനങ്ങൾ വർജിക്കാം എന്നുള്ള ഒരു ചിന്തയാണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. ഇത് മാത്രമാണോ നോമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിലായിരിക്കുന്ന മഹത്വകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ദൈവത്തിലായിരിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് ഉപവാസവും വർജനയും പ്രാർത്ഥനയും കാരുണ്യപ്രവൃത്തികളുമെല്ലാം. ആയത് ആ വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ, ദൈവത്തിലായിരിക്കുന്ന ആ വലിയ മഹത്വകരമായിട്ടുള്ള അനുഭവത്തിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരുന്നതിന് ഈ നോമ്പ് കാരണമായിട്ട് മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പരിശുദ്ധ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ ഉള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് തിരുസഭ നൽകുന്നത്. ഈ വചനഭാഗത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈശോ തമ്പുരാൻ തൻ്റെ ശിഷ്യനാകുവാൻ ലേവിയെ വിളിക്കുന്ന പശ്ചാത്തലമാണ്. ലേവിയെ കണ്ടുമുട്ടുമ്പോൾ യേശു തമ്പുരാൻ പറയുന്നു, എന്നെ അനുഗമിക്കുക. ലേവി മറുത്തൊന്നും പറയാതെ യേശു തമ്പുരാനെ അനുഗമിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്കും ഈ അനുഗമനത്തെ ഒന്ന് വിഷയമാക്കിയെടുക്കുവാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അനുഗമനത്തിൻ്റെ പാതയിലൂടെ നാം ഓരോരുത്തരും സഞ്ചരിക്കുന്നുണ്ട് എന്ന് ഈ നിമിഷം നമുക്കൊന്ന് വിലയിരുത്തുവാനായിട്ട് പരിശ്രമിക്കാം. ഇന്നത്തെ ലോകത്ത് അനേകം അനുഗമനങ്ങൾ നടക്കുന്നുണ്ട്. ഒത്തിരി മഹത് വ്യക്തികളെ, സിനിമാ നടന്മാരെ, അങ്ങനെ മറ്റുള്ള കാര്യങ്ങളെ എല്ലാം നാം ഓരോരുത്തരും അനുഗമിക്കുന്നവരാണ്. ഈ എന്താണ് അനുഗമനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക? അനുഗമനത്തെ പറ്റി ചിന്തിക്കുമ്പോൾ 3 ചോദ്യങ്ങൾ ഇവിടെ പ്രസക്തമാണ്. ഒന്നാമത്തെ ചോദ്യം, ആരെയാണ് നാം അനുഗമിക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ അനുഗമനത്തിൻ്റെ പാത ശരിയായ ദിശയിലാണ് സഞ്ചരിക്കുന്നത്? മൂന്നാമത്തെ ചോദ്യം, നമ്മുടെ അനുഗമനം എവിടെ വരുത്തി? ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ആരെയാണ് നാം അനുഗമിക്കേണ്ടത്? ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഒന്നാണ്, ക്രിസ്തുവിനെയാണ് നാം അനുഗമിക്കേണ്ടത്. മാമോദീസ എന്ന കൂദാശയിലൂടെ പിതൃപുത്ര പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നാം ഓരോരുത്തരും മുദ്രിതരായിട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആ വലിയ ഒരവസ്ഥയിലേക്ക് ഉയർത്തപ്പെട്ട ആ നാൾ മുതൽ ഈ നിമിഷം വരെയും എത്തി നിൽക്കുമ്പോൾ ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരും ആഴത്തിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുഗമിക്കുന്നതിന് കാരണമായിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്തു നോക്കാം. ക്രിസ്തുവിനെ അനുഗമിക്കണമെങ്കിൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നതിന് പ്രകാരം, ഇനി മുതൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ആ ഒരു അനുഭവത്തിലേക്ക് നാം ഓരോരുത്തരും കടന്നു വന്നാൽ മാത്രമേ ക്രിസ്തുവിനെ നമുക്ക് അനുഗമിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ അനുഗമനത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള ഒരർത്ഥത്തിലേക്ക് ഉയർന്നു വരുന്നതിന് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ക്രിസ്തുവിലായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആ മഹത് അവസ്ഥയിലേക്ക് ഉയരുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് പരിശ്രമിക്കാം. മരക്കച്ചവടക്കാരെ നാം എല്ലാവരും കണ്ടുമുട്ടിയിട്ടുണ്ടാവും. മരക്കച്ചവടക്കാർ പ്രത്യേകിച്ച് മരങ്ങൾക്ക് വിലയിടുന്നത് അതിൻ്റെ പുറമോടിയുടെ അടിസ്ഥാനത്തിലല്ല, അതിലെ പുറത്തെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അതിൻ്റെ ഉള്ളിലെ കാതലിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇത്ര ക്യൂബിക് അടിക്ക് ഇത്ര വില എന്നുള്ളത് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു വിലയിരുത്തൽ അനിവാര്യമാണ്. നമ്മുടെ പുറമോടിയുടെ അടിസ്ഥാനത്തിലല്ല, ക്രൈസ്തവൻ എന്ന ലേബലിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഉള്ള് എത്രത്തോളം കർത്താവിനായിട്ട് നാം ഓരോരുത്തരും മാറ്റിവെക്കുന്നുണ്ട്.
നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന് എത്രത്തോളം സ്ഥാനമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മെ ഓരോരുത്തരെയും വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുന്ന ഒരനുഭവം കടന്നു വരണം. സംസ്കൃത ഭാഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്, അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരുമ്പോൾ ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ അനുഗമിക്കുന്ന യഥാർത്ഥത്തിലുള്ള ഒരു ശിഷ്യനായിട്ട് മാറുന്നതിന് നമുക്ക് സാധ്യമായിട്ട് മാറും. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ അനുഗമനത്തിൻ്റെ പാത ശരിയായ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. നാം എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. ഒരു ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ശരിയായ ദിശയിലൂടെ സഞ്ചരിച്ചാലേ നാം ഓരോരുത്തരും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയുള്ളൂ. അതിൻ്റെ റൂട്ട് കറക്റ്റായിരിക്കണം എന്നുള്ളതാണ്. ഓട്ട മത്സരം കണ്ടിട്ടുണ്ട്. 100 മീറ്റർ ഓട്ട മത്സരത്തിൽ പ്രത്യേകിച്ച് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു ട്രാക്കുണ്ട്. ആ ട്രാക്കിലൂടെ ഓടിയാലേ അവർ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയുള്ളൂ. ട്രാക്ക് മാറി ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫൗളായിട്ട് മാറും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗമനവും എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ നമ്മുടെ ട്രാക്ക് ശരിയായ ദിശയിൽ ആയിരിക്കണം. ശരിയായ ട്രാക്കിലൂടെ ഓടിയാലേ ക്രിസ്തുവിൽ നാം ഓരോരുത്തരും എത്തിച്ചേരുകയുള്ളൂ. ഈ ദിശ തെറ്റിക്കുവാനായിട്ട് പലതരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, ഉദ്യോഗം, മനുഷ്യർ, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ട്രാക്ക് നിന്ന് നമ്മളെ ഡൈവേർട്ട് ചെയ്യുവാനായിട്ടുള്ള കാര്യങ്ങൾ കടന്നു വരാം. അതെല്ലാം നമ്മൾ മനസ്സിലാക്കി ട്രാക്കിലൂടെ തന്നെ ഓടുവാൻ, ശരിയായ ട്രാക്കിലൂടെ തന്നെ ഓടുവാനായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ശരിയായ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ അനുഗമനത്തിൻ്റെ പാതയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ആ അനുഗമനത്തിൻ്റെ പാതയുടെ ശരിയായ ദിശയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ക്രിസ്തുവിൽ എത്തിച്ചേരുന്ന വലിയ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കടന്നു വരാം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, എവിടെ വരെ എത്തി എൻ്റെ അനുഗമനം? നാം എല്ലാവരും യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ യാത്രയ്ക്കെല്ലാം ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമ്പോൾ നാം എല്ലാവരും ഇറങ്ങണം. അവിടെ ഇറങ്ങിയാലേ നമ്മുടെ റിസൾട്ടിലേക്ക് നമുക്ക് എത്തത്തുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ യാത്രയുടെ ലക്ഷ്യം, അനുഗമനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ എത്തിച്ചേരുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ എവിടെ വരെ എത്തി? ഒരു ക്രൈസ്തവനെന്ന നിലയിൽ മാമോദീസ എന്ന കൂദാശ സ്വീകരിച്ച നാൾ മുതൽ ഈ നിമിഷം വരെ ഒന്ന് ആത്മശോധന ചെയ്തു നോക്കൂ. എവിടെ വരെ എത്തി എൻ്റെ അനുഗമനം? ക്രിസ്തുവിനോട് അടുത്തോ? ക്രിസ്തുവിലായിരിക്കുന്ന ആ വലിയൊരു അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വന്നു എന്നൊന്ന് ആത്മശോധന ചെയ്തു നോക്കാം. അങ്ങനെ ഈ 3 കാര്യങ്ങളിലൂടെ ക്രിസ്തുവിൽ ആയിരിക്കുന്ന ആ വലിയ മഹനീയമായിട്ടുള്ള പ്രവൃത്തിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്തുന്നതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ക്രിസ്തുവാണ് എൻ്റെ ലക്ഷ്യം. ക്രിസ്തുവിനെയാണ് ഞാൻ അനുഗമിക്കേണ്ടത്. എൻ്റെ അനുഗമനത്തിൻ്റെ പാത ശരിയായ ദിശയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഡൈവേർട്ടാകുന്ന പ്രക്രിയകൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അതിനെയെല്ലാം ദൈവതിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ശരിയായ ദിശയിലൂടെ ക്രിസ്തുവിലേക്ക് എത്തുന്ന ആ വലിയ പ്രക്രിയയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കടന്നു വരാം. എവിടെ വരെ എത്തി എൻ്റെ അനുഗമനം? ക്രിസ്തുവിലേക്ക് എത്തിയോ? എത്രത്തോളം ദൂരമുണ്ട് എന്ന് ആത്മശോധന ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. ഏലിയ പ്രവാചകൻ ഹോറേബ് മലയിൽ ആയിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഹോറേബ് മലയിലായിരിക്കുമ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ഉണ്ടാകുന്നു. അല്ലയോ ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അപ്പോൾ ഏലിയ നൽകുന്ന മറുപടി, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, അങ്ങയെ പ്രതി ഞാൻ ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ജ്വലനത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കടന്നു വന്നുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതം കൂടുതൽ അർത്ഥപൂർണ്ണമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് പരിശ്രമിക്കാം. അതിനുവേണ്ടുന്ന എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും സർവശക്തൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ